ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ നോക്കണ സമയത്തുണ്ടല്ലോ, ബ്രേക്ക് മാക്സിമത്തിലേക്ക് ആയി നിൽക്കണേ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി തീർന്നു. അപ്പോൾ ലൈനർ മാറ്റിയിടണം. അതേപോലെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. മാറ്റിയിടുന്ന സമയത്തേ നമുക്ക് ഈ മോഡൽ ചൂസ് ചെയ്യാണ്ടിരിക്കണമെന്ന് നല്ലത് കേട്ടോ. നമുക്ക് കമ്പനി വന്ന മോഡൽ സാഫർ എന്ന് പറയും. സാഫറാണ് അതിൻ്റെ മോഡൽ കേട്ടോ. അപ്പോൾ അത് ബ്രാൻഡ് കമ്പനി ഇപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ അപ്പോളോ MRF ഏതായാലും നമ്മൾ ചൂസ് ചെയ്യണത് സാഫർ എന്ന് പറയുന്ന മോഡലാണെങ്കിലാണ് കുറേ കൂടി ബെറ്റർ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വണ്ടി ഇട്ടപ്പോൾ തുടങ്ങി നമുക്ക് വണ്ടി ഒരു പാളിച്ചയും കാര്യങ്ങളും ഉണ്ടായി കാണണം. കാരണം ആ മോഡൽ അങ്ങനെ ഒരു കംപ്ലയിൻസ് ഉള്ളതാണ് ഈ മോഡൽ കേട്ടോ. ഒരുപാട് ഗ്രിപ്പും ഒരുപാട് കട്ടയുള്ളത് നോക്കി എടുക്കാതിരിക്കുക. കമ്പനി ആ വണ്ടിയുമ്പോൾ വരുന്ന മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് സാധനമാണ്. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ടൈമാണ്. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിലൂടെ നമുക്കത് ഈ പ്ലഗും കൂടി മാറ്റിയിടണം. അതേപോലെ കാർബറേറ്ററും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ അങ്ങോട്ട് കറക്റ്റായിട്ട് പൊക്കോളും. അതായത് അവിടെ ഫയറിങ് ഇതികൂടെ എയർ വലിച്ച് കാർബറേറ്ററിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഹെഡിനകത്ത് പോയി ഫയർ ആവണം. അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റുമ്പോൾ ആ കൂട്ടത്തിലൂടെ കാർബറേറ്ററും കൂടി ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിനകത്തേക്ക് നോക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ഇവിടെ ഓയിൽ സീൽ, ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ ലീക്കായിട്ട് ഇവിടെ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഇവിടെ ചെറിയൊരു നനവോട് കൂടിയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആ 2 ഓയിൽ സീൽ നമുക്കത് മാറ്റിയിട്ട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റാണ്. ഹോണ്ട ജെനുവിൻ ബെൽറ്റ് തന്നെയാണ്. ബെൽറ്റിന് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല ബെൽറ്റാണ്. ക്ലച്ചിനകത്ത് പിന്നെ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻസ് ഇല്ല. കിക്കർ വീലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യും. ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം ഇവിടെയൊക്കെ ഓയിൽ മയം ഉണ്ട് കണ്ടോ. അതൊക്കെ ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്തിടണം. കാരണം ഈ ക്ലച്ച് ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ്. ഇതിനകത്ത് ഓയിൽ മയം വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലിയർ ചെയ്യും. പിന്നെ CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ട് ക്ലച്ച് വെയിറ്റ് സെറ്റ്, റോളർ പിന്നും കാര്യങ്ങളൊക്കെ വന്നാണ്. ആ യൂണിറ്റ് വർക്കിംഗ് ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. ചെറിയ തുരുമ്പിൻ്റെ ഒരു പ്രസൻസിനെ കാണാൻ റെഡ് കളറിലാണ്. അത് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ഔട്ടറൊക്കെ ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. വേരിയേറ്റർ ബോഡി റോളർ സെറ്റൊക്കെ നോർമൽ സാധാരണ തേമാനങ്ങളൊക്കെ ഉള്ളൂ. ബെൻഡെക്സ് യൂണിറ്റ് ആയാലും വർക്കിങ്ങും ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡിൻ്റെ ബേസ് ലൂസാണ്. കാരണം ഞാൻ ഈ പിടിപ്പിച്ചാണ് ബ്രാക്കറ്റ് ആ ചേസുമേന്ന് ലൂസായി കാണാം. അതുകൊണ്ട് തന്നെ ഇതിവിടെ ലൂസായി കിടക്കാം. അതുകൊണ്ട് തന്നെ ചെറിയ വണ്ടി സ്റ്റാൻഡ് വയ്ക്കുമ്പോൾ ചെറിയൊരു ചെരിവ് കൂടുതൽ വന്നത് അതിൻ്റെയാണ്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തേക്കാം. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് ഹെഡിൻ്റെ ഇവിടെ നിന്ന് ലീക്കുണ്ട്. അതിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റിൻ്റെ ആ റബ്ബർ ബീഡിങ് ഫ്രണ്ടിൽ ഈ കവറിൻ്റെ ഗ്യാസ്കറ്റ് അത് പോയിട്ടുണ്ട്. അതിൻ്റെ തന്നെ മൗണ്ട് റബ്ബറും ഈ 2 ബോൾട്ടിൻ്റെ ഉള്ളിലും ഓരോ ഓയിൽ സീൽ പോലെ വന്നിട്ടുണ്ട്, റബ്ബർ സീൽ. അത് 2 മാറ്റിയിട്ടാൽ ആ ഓയിൽ ലീക്കിൻ്റെ കേസ് ക്ലിയറായിട്ട് പൊക്കോളും. പിന്നെ എൻജിൻ റൂമിൻ്റെ ഉള്ളൊക്കെ വളരെ എന്താ പറയുക ചെളി പിടിച്ച ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് സമയമുണ്ടെങ്കിൽ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് പോയാൽ നന്നായിരിക്കും. കാരണം ഞാൻ എന്തെങ്കിലും ഇതേപോലെ ഒന്ന് അഴിച്ച് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്കതൊന്ന് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ല. എൻ്റെ ഉള്ളിലത്തെ അവസ്ഥയ്ക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് തുരുമ്പോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ഇടയ്ക്കെങ്കിൽ തന്നെ നമ്മളതൊന്ന് ചെയ്തു പോകേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് വെട്ടൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനകത്ത് 2 കംപ്ലയിൻസുകളുണ്ട് നമുക്ക്. കാരണം ഞാൻ ഈ സ്റ്റിയറിംഗ് ഹാൻഡിലിൻ്റെ സെൻറ്ററിലൊരു ബെയറിംഗ് ഉണ്ട്, കോൺസെപ്റ്റ് എന്ന് പറയും. അത് ഓൾറെഡി ഇപ്പോൾ തന്നെ അടിയുണ്ട്. നമുക്ക് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി സൈഡ് വലിവ് കാണിക്കും. അപ്പോൾ അത് അഴിച്ച് കഴിഞ്ഞാൽ മാറ്റിയിടാനേ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കണം. അപ്പോൾ ചെറിയൊരു പാളിച്ചയും വെട്ടലും ഫ്രണ്ട് കാണിക്കും. പിന്നെ ഈ ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റുകൾ ലിങ്ക് ടൈപ്പ് ബുഷാണ് നമുക്കതിന് പറയാം. ഫ്രണ്ട് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് നമുക്ക് വന്നെ. അപ്പോൾ ആ ലിങ്കിൻ്റെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഫൈബർ ടു മെറ്റൽ 2 ടൈപ്പ് ബുഷുകളുണ്ട്. അത് 2ഉം ഫെയിൽഡാണ്. കാരണം ഇത് എത്ര പ്ലേ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ആയാലും ഉണ്ട്. അപ്പോൾ അത് 2ഉം കൂടിയിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്ത് മാറ്റിയിടേണ്ടത്. കൂട്ടത്തിക്കടെ ഈ കുഷൻ അസംബ്ലിയുടെയും ഇതിനും തേമാനം വന്നിട്ടുണ്ടാവും. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഈ മെറ്റൽ ബുഷ് തേമാനം വന്ന് ഒരു സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട് തന്നെ. അപ്പോൾ അതും കൂടി മാറ്റിയിട്ട് ഞാൻ ആ കറക്റ്റ് ആ ഭാഗം കറക്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ഇവിടുത്തെ 2 ബുഷ് മാറ്റാം. ഈ റബ്ബറിൻ്റെ ബുഷ് മാറ്റുക, ഗ്രീൻ ബുഷ് എന്ന് പറയാം. ആ ബുഷ് മാറ്റി സെൻറ്ററിലെ ഹാൻഡിലിൻ്റെ ബെയറിങ് മാറ്റിയിട്ടല്ല ഫ്രണ്ടിലത്തെ വർക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ അതുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു ഇത് വരാനില്ല. പിന്നെ സ്പീഡോമീറ്റർ കേബിളിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിളിൻ്റെ മുകളിൽ നമുക്ക് ആ മീറ്ററുമ്പോൾ കണക്ട് ചെയ്യുന്ന ഭാഗം ലൂസായിട്ട് ഊരി നിൽക്കാറുണ്ട്. അതാണ് ആ മീറ്റർ വർക്ക് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിച്ചത്. പിന്നെ അതേപോലെ തന്നെ ഫോണിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണ് ഓൾറെഡി ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. പക്ഷേ ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കുമ്പോൾ
വണ്ടി നമുക്ക് വണ്ടി മേടിച്ചപ്പോൾ, അതായത് വണ്ടിയിൽ വന്ന ബാറ്ററിയാണ് ഓൾറെഡി ഇതൊന്നും ഇരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററി കൂടി നമ്മൾ കൂട്ടത്തിലൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററിയുടെ കറക്റ്റ് ഹിസ്റ്ററി എന്താണ്, അതിൻ്റെ ആക്ച്വലി ലൈഫിൻ്റെ കണ്ടീഷൻ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 12.62 ഉണ്ട്. നമ്മുടെ ഇരിക്കുന്ന ബാറ്ററി 12 വോൾട്ടിൻ്റെയാണ്, 4 ആംപിയറിൻ്റെ ബാറ്ററിയാണ്. വോൾട്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട്, കംപ്ലയിൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കണേ. പക്ഷെ എന്നാൽ പോലും സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ബാറ്ററി ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ തൊട്ടടുത്ത് തന്നെ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് പെട്ടെന്ന് വരാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് സർവീസ് വരെയൊക്കെ ചിലപ്പോൾ കിടന്ന് ഓടാം. അപ്പോൾ സെൽഫ് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണിക്കട്ടെങ്കിൽ മനസ്സിലാക്കാം ബാറ്ററി ആണെന്നുള്ള കേസ് ഓക്കെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് കൊണ്ടുവന്നാൽ മതി. നമുക്കിപ്പോൾ അതിനകത്ത് ആമറോണിൻ്റെ ബാറ്ററിയാണ് നമ്മളിവിടെ സപ്ലൈ ചെയ്യണത്. അതിൻ്റേതായിട്ടുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എക്സ്ചേഞ്ച് ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതപ്പോൾ ആ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ഓർത്ത് കൈയോടെ ചെയ്താൽ മതി കേട്ടോ. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുക. അപ്പോൾ കാണിക്കുന്ന സമയത്ത് ബാറ്ററിയാണ്, വേറെ ഒന്നുമില്ല. കിക്കറൊക്കെ നമ്മൾ അഴിച്ച് ഗ്രീസിങ് ഒക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചേക്കാം. അതിൽ സെൽഫ് കംപ്ലയിൻറ്റ് എന്തെങ്കിലും വന്നാൽ മെയിൻ സ്റ്റാൻഡും വെച്ച് കിക്കറിൻ്റെ വണ്ടി സ്റ്റാർട്ടായി പോകും കേട്ടോ. അപ്പോൾ ആ കേസ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും. പിന്നെ നമുക്കിപ്പോൾ പ്ലഗിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. എയർ ഫിൽറ്റർ പ്ലഗും കൂടി ഒരുമിച്ചാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡറി ഫിൽറ്ററാണ്. എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്നൊരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ വന്നത് ഇതിൻ്റെ സീറ്റിൻ്റെ ഉള്ളിലായിട്ടാണ്. അപ്പോൾ അതും പൊടിഞ്ഞു പോയിട്ടുണ്ട്. സ്പോഞ്ച് ടൈപ്പ് ഫോം ടൈപ്പാണ് അത് വരാം. അത് വിസ്കസ് ടൈപ്പ് ഫിൽറ്ററാണ്. ഇത് മറ്റേ ഫോം ടൈപ്പാണ്. ഇത് പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മാറ്റിയിടുന്നത്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അപ്പോൾ ഇത്രയും കേസുകളാണ് നമുക്ക് ഈ വണ്ടിക്ക് സർവീസ് സംബന്ധമായിട്ട് ചെയ്യേണ്ട വർക്കുകൾ. അപ്പോൾ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട പാർട്സുകളുടെ ഒരു ലിസ്റ്റ് ജസ്റ്റ് ഒന്നും പറയാം. ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അത് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കിനകത്ത് വന്നതാണ്. നമ്മൾ പീരിയോഡിക് കിലോമീറ്ററിൽ അത് മാറ്റി പോകേണ്ടതുമാണ്. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ മാറ്റിയിടണം. അതേപോലെ തന്നെ എയർ ഫിൽറ്ററും പ്ലഗ് നമുക്ക് ചേഞ്ച് ചെയ്യണം. പിന്നെ ഹെഡിൻ്റെ ഈ ഭാഗത്ത് തന്നെ അതിൻ്റെ റബ്ബറും അതിൻ്റെ മൗണ്ട് റബ്ബറും ഹെഡ് ഗ്യാസ്കറ്റും കൂടി മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയറായിട്ട് പൊക്കോളും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ചെളിയുടെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ. കാരണം അത് വല്ലപ്പോഴേക്കൊക്കെയാണ് അങ്ങനെ കഴുകൽ നടക്കുള്ളൂ. അപ്പോൾ അതങ്ങനെ ചെയ്തതായിരിക്കും നല്ലത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഈ ലിങ്കഡ് ബുഷുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. ഈ ഗ്രീൻ ബുഷ് മാറ്റിയിടാനുണ്ട്. ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ട്. തൽക്കാലം നമ്മൾ അതൊന്നും ചെയ്യണില്ല. തൽക്കാലം അതിൻ്റെ കംപ്ലയിൻസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കാരണം എന്ന് വെച്ചാൽ കംപ്ലയിൻസ് കാണിക്കൊന്നും ഇല്ല മനസ്സിലാണ്ട്. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് നിലവിൽ സൈഡ് സ്റ്റാൻഡൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് വിട്ടാൽ മതി. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഈ ക്ലച്ചിനകത്ത് വന്ന് 2 ഓയിൽ സീലുകൾ, ആ ഓയിൽ സീലാണ് നമുക്ക് 2 ഓയിൽ സീൽ ചേഞ്ച് ചെയ്യേണ്ടത്. പിന്നെ ബാക്കിലത്തെ ബ്രേക്കിലുണ്ട്. ഇത്രയും കേസാണ് നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട പാർട്സുകളായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റ് ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. ഈ വീഡിയോ കാണാം, അതിന് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം. കാരണം ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ബെയറിങ്ങൊക്കെ മാറ്റേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി താമസം വരും. വർക്ക് അത്യാവശ്യം സ്കൂട്ടർ ടൈം വേണം, ഇച്ചിരി സ്ലോ ആയിട്ടേ നടക്കുകയുള്ളൂ. അപ്പോൾ അതും പ്രകാരം നോക്കിയിട്ട് അതിൻ്റെ സമയം കൂടി തന്നാലാണ് നമുക്ക് ക്ലിയർ ആയിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. ഓക്കെ.